നമസ്കാരം വിബിസി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. തൊടുപുഴ നഗരസഭയുടെ ബഡ്ജറ്റ് വൈസ് ചെയർപേഴ്സൺ സുബൈദ സയ്യിദ് മുഹമ്മദ് അവതരിപ്പിച്ചു. മിച്ച ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. ബജറ്റിൽ ഏറെ പദ്ധതികളുണ്ടെന്ന് ചെയർമാൻ ടി.ജെ. ജോസഫ്. മുൻവർഷത്തെ ബഡ്ജറ്റിലെ ആവർത്തനമെന്ന് പ്രതിപക്ഷ നേതാവ് ആർ. ഹരി. ക്ഷീരവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ തോമൻകുത്തിൽ ഉപഭോക്തൃ മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇന്ദു സുധാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ക്രൈസ്തവരുടെ വലിയ നോമ്പാചരണം അവസാന ഘട്ടത്തിലേക്ക്. തുമ്പച്ചി കാൽവരി സമുച്ചയത്തിൽ 40-ാം വെള്ളി ആചരണം നടന്നു. പാലാ സഹായമെത്രാൻ മാർ ജേക്കബ് മുരിക്കൻ വിശുദ്ധ കുർബാന അർപ്പിച്ചു. ആദായനികുതി വകുപ്പിന്റെ നേതൃത്വത്തിൽ മർച്ചന്റ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെ തൊടുപുഴയിൽ ആദായനികുതി സെമിനാർ നടത്തി. പുതിയ താലൂക്ക് അനുവദിച്ച UDF സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് NGO അസോസിയേഷൻ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്തി. വഴിത്തല ശാന്തിഗിരി കോളേജിൽ IT ഫെസ്റ്റ് ആരംഭിച്ചു. നെസ്റ്റ് ഗ്രൂപ്പ് വൈസ് ചെയർമാൻ N. ജഹാംഗീർ ഉദ്ഘാടനം നിർവഹിച്ചു. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. വികസന പദ്ധതികളുടെ പാക്കേജുകളുമായി തൊടുപുഴ നഗരസഭാ ബജറ്റ് അവതരിപ്പിച്ചു. നഗരസഭാ കൗൺസിൽ ഹാളിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സുബൈദ സയ്യിദ് മുഹമ്മദാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ചെയർമാൻ ടി.ജെ. ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ രണ്ടാമത്തെ ബജറ്റാണ് അവതരിപ്പിച്ചത്. തൊടുപുഴ നഗരസഭയുടെ 2013-2014 സാമ്പത്തിക വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റ് വൈസ് ചെയർപേഴ്സൺ സുബൈദ സയ്യിദ് മുഹമ്മദ് അവതരിപ്പിച്ചു. 48,76,64,000 രൂപയുടെ തന്നാണ്ട് വരവും 5,52,15,501 രൂപയുടെ മുൻ നീക്കിയിരിപ്പും ഉൾപ്പെടെ ആകെ 54,28,79,501 രൂപ വരവും 50,28,27,000 രൂപയുടെ ചിലവും 4,52,501 രൂപ നീക്കിബാക്കിയും പ്രതീക്ഷിക്കുന്ന എസ്റ്റിമേറ്റാണ് അവതരിപ്പിച്ചത്. തൊടുപുഴ നഗരസഭയുടെ ജനകീയ കൗൺസിൽ അധികാരത്തിൽ വന്നിട്ട് 25 വർഷം പൂർത്തിയായി. ഈ 25 വർഷങ്ങളിൽ നഗരത്തിന്റെ വിവിധങ്ങളായ വികസനത്തിന് നേതൃത്വം നൽകിയ ചെയർമാൻമാർ, വൈസ് ചെയർമാൻമാർ, കൗൺസിലർമാർ, നഗരസഭാ ജീവനക്കാർ എന്നിവരെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് ബജറ്റ് അവതരിപ്പിച്ചത്. 2013-2014 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് വളരെയേറെ സമർപ്പണബോധത്തോടും അഭിമാനത്തോടെയും ഞാൻ നിങ്ങൾ സമക്ഷം അവതരിപ്പിക്കുകയാണ്. വികസനോന്മുഖമായ ഒരു നഗരത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളിൽ പ്രഥമ പരിഗണന നൽകേണ്ടുന്ന വിഷയങ്ങൾ സമഗ്രമായ പഠനത്തിനും അവഗണനത്തിനും വിധേയമാക്കി വൈദഗ്ധ്യ ഉപദേശങ്ങൾ സ്വീകരിച്ചും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിശദമായി ചർച്ച ചെയ്തും ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാനുമായി ചർച്ച ചെയ്തും പരിഗണനാ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുമാണ് ജനക്ഷേമകരമായ ഈ ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ജനകീയ കൗൺസിലിന്റെ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി അടുത്ത 5 വർഷത്തേക്ക് സമയബന്ധിതമായി ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ മുൻഗണന നൽകി നിശ്ചയിച്ചിരിക്കുന്ന 28 പദ്ധതികൾക്ക് ബജറ്റിൽ ആവശ്യമായ തുക നീക്കിവച്ചിട്ടുണ്ട്. നഗരസഭാ ബഡ്ജറ്റ് വികസനത്തിന് മുൻഗണന നൽകിയിട്ടുള്ളതാണെന്ന് ചെയർമാൻ ടി.ജെ. ജോസഫ് പറഞ്ഞു. തൊടുപുഴ നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ ഇന്ന് അവതരിപ്പിച്ച 2013-14 ബഡ്ജറ്റ് തൊടുപുഴ നഗരസഭയുടെ സർവോമുഖമായ വികസനം ലക്ഷ്യമാക്കി ഉള്ളതാണ്. കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ച അവസരത്തിൽ അതിൽ കുറേ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് 90% നടപടികളെല്ലാം പൂർത്തി. നഗരസഭാ ബഡ്ജറ്റ് പൊള്ളയും മുൻവർഷ ബഡ്ജറ്റുകളുടെ തനി ആവർത്തനവുമാണെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ആർ. ഹരി അഭിപ്രായപ്പെട്ടു. തൊടുപുഴ നഗരസഭയുടെ 2013-14 വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അകം പൊള്ളയും മുൻ വർഷങ്ങളിലെ ബഡ്ജറ്റുകളുടെ തനി ആവർത്തനവുമാണ്. 54 കോടി രൂപയാണ് വരവായിട്ട് ബഡ്ജറ്റിൽ കാണിച്ചിരിക്കുന്നത്. ഇത് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ്. തൊടുപുഴ നഗരസഭയുടെ തനത് വരുമാനമെന്ന് പറയുന്നത് 5 കോടി രൂപ മാത്രമാണ്. ബാക്കി 49. ജില്ലാ ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തൊമ്മൻകുത്ത് ക്ഷീര സഹകരണ സംഘത്തിന്റെ സഹകരണത്തോടെ
ഉപഭോക്തൃ മുഖാമുഖം സംഘടിപ്പിച്ചു. തൊമ്മൻകുത്ത് സെന്റ് തോമസ് പാരിഷ് ഹാളിൽ നടന്ന മുഖാമുഖം പരിപാടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇന്ദു സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷീരവികസന വകുപ്പ് വിപണിയിൽ ഇട്ടിരിക്കുന്ന പാലിന്റെ ഗുണമേന്മ ഉപഭോക്താക്കളെ ബോധ്യപ്പെടുത്തുന്നതിനായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തൊമ്മൻകുത്ത് ക്ഷീര സഹകരണ സംഘത്തിന്റെ സഹായത്തോടെ ഉപഭോക്തൃ മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. തൊമ്മൻകുത്ത് സെന്റ് തോമസ് പാരിഷ് ഹാളിൽ നടന്ന മുഖാമുഖം പരിപാടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇന്ദു സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. തൊമ്മൻകുത്ത് ക്ഷീരസംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാബു എബ്രാഹിം അധ്യക്ഷത വഹിച്ചു. ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ രാജൻ ജോസഫ്, ഡെപ്യൂട്ടി ഡയറക്ടർ VP സുരേഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലീല തങ്കൻ, തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ ജോർജ് നെടുങ്കല്ലേൽ, ADS പ്രസിഡന്റ് ആലീസ് ജോൺ, മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹി KE ബഷീർ, RPS പ്രസിഡന്റ് TV ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ രാജൻ ജോസഫ്, ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ അമ്പിളി P വേലായുധൻ. അറക്കുളം തുമ്പച്ചി കാൽവറി സമുച്ചയത്തിൽ 40ാം വെള്ളി ആചരണം നടന്നു. പാലാരൂപത സഹായമെത്രാൻ മാർ ജേക്കബ് മുരിക്കൻ വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് ഊട്ടുനേർച്ച നടന്നു. ഫാദർ സ്കറിയ മേളോപ്പറമ്പിൽ, ഫാദർ ജോസഫ് കൊച്ചുപറമ്പിൽ, ട്രസ്റ്റിമാരായ ജോർജ് പുത്തൻകണ്ടം, ടോമി തുരുത്തിക്കര, ബിജു പാലക്കാട്ടുകുന്നേൽ, അഡ്വക്കേറ്റ് ജോണി മഞ്ഞിക്കുന്നേൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. തൊടുപുഴയാറിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് പതിവായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മൂപ്പിൽക്കടവ് പാലത്തിന് സമീപമാണ് മാലിന്യ നിക്ഷേപം കണ്ടെത്തിയത്. തൊടുപുഴയാറിൽ വീണ്ടും മാലിന്യ നിക്ഷേപം. തൊടുപുഴ മൂപ്പിൽക്കടവ് പാലത്തിന് സമീപമാണ് മത്സ്യ വേസ്റ്റുകൾ തള്ളിയ നിലയിൽ കാണപ്പെട്ടത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ഭാഗത്ത് ദുർഗന്ധം വമിച്ചിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. തുടർന്ന് സമീപത്തെ വ്യാപാരികളാണ് പാലത്തിന് സമീപം മാലിന്യം നിക്ഷേപിച്ചതായി കണ്ടെത്തിയത്. പാലത്തിന് മുകളിൽ നിന്ന് പുഴയിലേക്കിട്ട മാലിന്യം പാലത്തിന് താഴെ കരയിലാണ് വീണത്. ഇതാണ് ഇവിടെ കിടന്ന് ദുർഗന്ധം വമിക്കുന്നത്. മാലിന്യ നിക്ഷേപത്തിനെതിരെ അധികൃതർ കർശന നിലപാടെടുക്കുമ്പോഴും പുഴയിലും റോഡരികിലുമുള്ള മാലിന്യ നിക്ഷേപം തുടരുന്നതിന്റെ സൂചനയാണിത്. ഇതോടെ പാലത്തിൽ ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. VBC ന്യൂസ്, തൊടുപുഴ. ഇന്ന് ലോക ജലദിനം. പ്രകൃതിയെ മനുഷ്യൻ ചൂഷണം ചെയ്ത് ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. തൊടുപുഴയ്ക്ക് സമീപത്തുള്ള ഈ കാഴ്ച കാണുക. ദാഹജലത്തിനായി ജനം നെട്ടോട്ടമോടുമ്പോൾ മണ്ണ് നീക്കം ചെയ്തതിനെ തുടർന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കിണറാണിത്. ഇപ്പോഴും ഇതിൽ മോട്ടോർ ഘടിപ്പിച്ച് വെള്ളമെടുക്കുന്നുമുണ്ട്. തൊടുപുഴ കാരിക്കോട് ജംഗ്ഷനിലാണ് ദയനീയ സ്ഥിതിയിലായ ഈ കിണർ. കിണർ സംരക്ഷിക്കുന്നതിന് ബന്ധപ്പെട്ടവർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. നികുതി സംബന്ധിച്ച സംശയങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ആദായ നികുതി വകുപ്പിന്റെയും തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ സെമിനാർ നടത്തി. നികുതി സംബന്ധിച്ച് വ്യാപാരികളുടെ വിവിധ സംശയങ്ങൾക്ക് ഉദ്യോഗസ്ഥർ മറുപടി നൽകി. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെയും ആദായ നികുതി വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആദായ നികുതി സെമിനാർ നടത്തി. ആദായ നികുതി കൊച്ചി റേഞ്ച് കമ്മീഷണർ ബെന്നി ജോൺ ബോധവൽക്കരണ ക്ലാസ് നടത്തി. അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾ കൂടുതൽ ടാക്സ് അടയ്ക്കും എന്നുള്ളൊരു വിശ്വാസം കൂടിയാണ് ഇതിന് പിന്നിലുള്ളത്. ആദ്യമായി ഇത് അറേഞ്ച് ചെയ്യാൻ ലീഡെടുത്ത മർച്ചന്റ്സ് അസോസിയേഷന് നന്ദി. ഇത് പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ സജിയോട് ചോദിച്ചൊരു 10-50 പേരെങ്കിലും കാണുമോ, കാരണം നട്ടുച്ച നേരത്താണ് ഇത് അറേഞ്ച് ചെയ്യണത്. പിന്നെ മാർച്ച് അവസാനമാണ്, എല്ലാവരും തിരക്കിലാണ്, സ്റ്റോക്ക് എടുക്കുന്ന സമയമായിരിക്കും, അല്ലെങ്കിൽ ബിസിനസ് തിരക്കിലായിരിക്കും. അപ്പോൾ പക്ഷേ എൻ്റെ പ്രതീക്ഷയൊക്കെ തെറ്റിച്ചുകൊണ്ട് ഇന്ന് കോളും നടന്നിരിക്കുന്നു. ഇത് വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ജലനിധി പദ്ധതിയുടെ ഭാഗമായുള്ള പ്രാരംഭ സർവേ ആരംഭിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനി MJ മാത്യു മൈലാടിയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ രാമൻ ഉദ്ഘാടനം നിർവഹിച്ചു.
എടുക്കാൻ വേണ്ടി നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ എന്തുമാത്രം കഷ്ടതകൾ അനുഭവിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും അറിയാം. നമ്മുടെ വെള്ളിയാമറ്റത്തെ സംബന്ധിച്ച് നമ്മുടെ ഈ പഞ്ചായത്തിൽ വർഷങ്ങൾക്ക് പുറകിലോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യ മഹാരാജ്യം മൊത്തം വിലയ്ക്ക് വാങ്ങാനുള്ള കുടിവെള്ള പദ്ധതി നമ്മുടെ ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇന്നും പല പദ്ധതികളും ഒരു തുള്ളി വെള്ളം പോലും ഒരു കുടുംബങ്ങളിലേക്ക് എടുക്കാൻ സാധിക്കാത്ത രീതിയിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന അവസ്ഥ നിങ്ങൾ ഓരോരുത്തരും ഓരോ വാർഡുകളിലും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജലനിധിയുടെ ഭാഗമായിട്ടാണ് നമുക്ക് മഴവെള്ള സംഭരണി ഒരു സ്കീം നമ്മുടെ പഞ്ചായത്തിലെത്താൻ സാധിച്ചത്. അത് ഇന്ന് പ്രവർത്തനം തുടങ്ങി. പുതിയ താലൂക്കുകൾ അനുവദിച്ച UDF സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് NGO അസോസിയേഷൻ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ജീവനക്കാർ പ്രകടനം നടത്തി. കേരളത്തിൽ 12 പുതിയ താലൂക്കുകൾ അനുവദിച്ച UDF സർക്കാരിനും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് കേരള NGO അസോസിയേഷൻ ഇടുക്കി ജില്ലയിൽ പ്രകടനങ്ങൾ നടത്തി. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ നടന്ന പ്രകടനം NGO അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി V. അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു. രാജേഷ് ബേബി, MN സുദർശനൻ, CS ഷമീർ, UM ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു. നമ്മൾ ചിരകാലമായി ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരുന്നതാണ്. എന്നാൽ വിവിധ സർക്കാരുകൾ മാറി മാറി കേരളം ഭരിച്ചിട്ടും വമ്പ് പറയുന്ന അച്യുതാനന്ദനടക്കമുള്ള നായനാരടക്കമുള്ള കർഷകരെ സ്നേഹിക്കുന്നുവെന്ന് വീമ്പ് പറയുന്ന ഇടതുപക്ഷ സർക്കാരുകൾ ഭരിച്ചിട്ടും ഈ സ്വപ്നം യാഥാർത്ഥ്യമാകുവാൻ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വേണ്ടിവന്നു എന്ന് പറയുന്നത് കേരള ജനതയുടെ, ഇടുക്കി ജനതയുടെ അഭിമാന മുഹൂർത്തമായി കേരള NGO അസോസിയേഷൻ കാണുകയാണ്. ഓർത്താഷ് സ്പോർട്സിംഗ് ക്ലബിന്റെ നേതൃത്വത്തിലുള്ള അഖില കേരള വോളിബോൾ ടൂർണമെന്റ് തുടരുന്നു. ഈസ്റ്റേൺ ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റിൽ വ്യാഴാഴ്ച എവർഷൈൻ പാതുവയും സെന്റ് സ്റ്റീഫൻസ് കോളേജ് പത്തനാപുരവും തമ്മിൽ ഏറ്റുമുട്ടി. വഴിത്തല ശാന്തിഗിരി കോളേജിൽ IT ഫെസ്റ്റ് ആരംഭിച്ചു. നെസ്റ്റ് ഗ്രൂപ്പ് വൈസ് ചെയർമാൻ N. ജഹാംഗീർ ഉദ്ഘാടനം നിർവഹിച്ചു. വഴിത്തല ശാന്തിഗിരി കോളേജിൽ അന്തർദേശീയ IT ഫെസ്റ്റ് ആരംഭിച്ചു. നെസ്റ്റ് ഗ്രൂപ്പ് വൈസ് ചെയർമാൻ M. ജഹാംഗീർ IT ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. From the journey start from there. Now today a lot of things I want to tell you about, but I don't want to make you go. I started 91 again, 35 people. Now in under the umbrella, we have 9,000 employees who are working and 300 foreigners who are working, and that's just a world. നഗരസഭാ കൗൺസിലർമാർക്കായി SSA നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. SSA ഉദ്യോഗസ്ഥരായ മേനക, ഷീല തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രാദേശിക ഭരണകൂടമാണ് അടയ്ക്കുന്നത്. നമുക്കിവിടെ മുനിസിപ്പാലിറ്റി മറ്റ് പ്രാദേശിക മേഖലകളിൽ പഞ്ചായത്തുമാണ് വിഹിത അടയ്ക്കുന്നത്. അതാണ് നമ്മുടെ സ്കൂളുകൾക്ക് ഫണ്ടായിട്ട് അനുവദിച്ച് നൽകുന്നത്. ചൈൽഡ് ഫ്രണ്ട്ലി ക്ലാസ് മുറികൾ, സ്കൂൾ ഗ്രാൻഡ്, ടീച്ചേഴ്സ് ഗ്രാൻഡ്, സ്കൂൾ മെയിൻ്റെനൻസ്, ഫർണിച്ചർ ഗ്രാൻഡ് തുടങ്ങിയവയെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. എയ്ഡഡ് സ്കൂളുകൾക്ക് നമ്മൾ നൽകുന്നത് ഇതിൽ സ്കൂൾ ഗ്രാൻഡും ടീച്ചേഴ്സ് ഗ്രാൻഡേ ഉള്ളൂ. അവർക്ക് നമ്മൾ മറ്റേ മെയിൻ്റെനൻസ് ഗ്രാൻഡ് ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ സൗജന്യ പാഠപുസ്തകം, യൂണിഫോം പ്രാവശ്യം പെൺകുട്ടികൾക്ക് പൂർണ്ണമായും. കേരള സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി നടത്തി. തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ നടന്ന പരിപാടിയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശവുമായി അഭിലാഷ് പെരുവ അവതരിപ്പിച്ച ഓട്ടംതുള്ളൽ ശ്രദ്ധേയമായി. തൊടുപുഴ എക്സൈസ് ഇൻസ്പെക്ടർ സുനിൽ രാജ്, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. തൊടുപുഴ നഗരസഭയുടെ ബഡ്ജറ്റ് വൈസ് ചെയർപേഴ്സൺ സുബൈദ സയ്യിദ് മുഹമ്മദ് അവതരിപ്പിച്ചു.
മിച്ച ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. ബജറ്റിൽ ഏറെ പദ്ധതികളുണ്ടെന്ന് ചെയർമാൻ ടി ജെ ജോസഫ്. മുൻവർഷത്തെ ബഡ്ജറ്റിലെ ആവർത്തനമെന്ന് പ്രതിപക്ഷ നേതാവ് ആർ ഹരി. ക്ഷീരവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ തോമൻകുത്തിൽ ഉപഭോക്തൃ മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇന്ദു സുധാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ക്രൈസ്തവരുടെ വലിയ നോമ്പാചരണം അവസാന ഘട്ടത്തിലേക്ക്. തുമ്പച്ചി കാൽവരി സമുച്ചയത്തിൽ 40-ാം വെള്ളി ആചരണം നടന്നു. പാലാ സഹായമെത്രാൻ മാർ ജേക്കബ് മുരിക്കൻ വിശുദ്ധ കുർബാന അർപ്പിച്ചു. ആദായ നികുതി വകുപ്പിന്റെ നേതൃത്വത്തിൽ മർച്ചന്റ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെ തൊടുപുഴയിൽ ആദായ നികുതി സെമിനാർ നടത്തി. പുതിയ താലൂക്ക് അനുവദിച്ച UDF സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് NGO അസോസിയേഷൻ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്തി. വഴിത്തല ശാന്തിഗിരി കോളേജിൽ IT ഫെസ്റ്റ് ആരംഭിച്ചു. നെസ്റ്റ് ഗ്രൂപ്പ് വൈസ് ചെയർമാൻ N ജഹാംഗീർ ഉദ്ഘാടനം നിർവഹിച്ചു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടുകൂടി ഈ വാർത്ത സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.